Hey guys, welcome to another episode of Comic Mantra. ഞാൻ സാൻറാം ശങ്കർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് DC-യുടെ അപ്കമിംഗ് മൂവിയായ ഷസാമിനെ പറ്റിയാണ്. ഇപ്പോൾ ഷസാം എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ മാർവൽ ആദ്യമായി കോമിക്സിൽ പ്രത്യക്ഷപ്പെടുന്നത് 1939-ലാണ്. ഫോസെറ്റ് പബ്ലിക്കേഷൻസ് എന്ന കമ്പനി ഇറക്കിയ വിസ് കോമിക്സ് ഇഷ്യൂ 2-ലാണ് ആർട്ടിസ്റ്റ് CC ബെക്കും റൈറ്റർ ബിൽ പാർക്കറും ചേർന്ന് ക്യാപ്റ്റൻ മാർവലിനെ ക്രിയേറ്റ് ചെയ്തത്. ആദ്യം ബിൽ പാർക്കറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വ്യത്യസ്ത പവേഴ്സുള്ള 6 സൂപ്പർ ഹീറോസിൻ്റെ ടീമായിരുന്നെങ്കിലും പിന്നീട് ഫോസെറ്റ് കോമിക്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാൽഫ് ഡിയാഗിൻ്റെ നിർദ്ദേശപ്രകാരം ഇവരെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ക്യാരക്ടറാക്കുകയായിരുന്നു. പിൻകാലത്ത് ഷസാമിൻ്റെ ആർച്ചിനിമയായി മാറുന്ന ബ്ലാക്ക് ആദമിൻ്റെ കൈകളാൽ മാതാപിതാക്കൾ മരിക്കുന്ന ബില്ലി തൻ്റെ സഹോദരി മേരിയിൽ നിന്നും വേർപെട്ട് തൻ്റെ ചതിയനായ അമ്മാവൻ്റെ കൂടെ താമസമാക്കുന്നു. തൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തതിന് ശേഷം സ്വന്തം അമ്മാവനാൽ പുറത്താക്കപ്പെടുന്ന ബില്ലിയെ ഒരു അപരിചിതൻ ട്രെയിൻ യാത്രയ്ക്ക് ക്ഷണിക്കുന്നു. ആ മാന്ത്രിക ട്രെയിൻ ചെന്ന് നിൽക്കുന്നത് റോക്ക് ഓഫ് എറ്റേണിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. പിന്നീട് ആ അപരിചിതൻ താൻ ഷസാം എന്ന പേരുള്ള ഒരു മാന്ത്രികനാണെന്ന് പരിചയപ്പെടുത്തുകയും ബില്ലി വർത്തിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം തൻ്റെ ചാമ്പ്യനായി ബില്ലിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. വിസാർഡ് ആവശ്യപ്പെടുന്ന പോലെ ഷസാം എന്ന വാക്ക് പറയുന്ന ബില്ലിക്ക് 6 മിത്തോളജിക്കൽ ലെജൻസിൻ്റെ മാന്ത്രിക ശക്തികൾ ലഭിക്കുന്നു. ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സോളമൻ മഹാരാജാവിൻ്റെ വിസ്ഡം ഷസാമിന് ഏതൊരു ഭാഷയും ശാസ്ത്രവും മനസ്സിലാക്കാനുള്ള കഴിവും വിവേകവും നൽകുന്നു. ഗ്രീക്ക് ഇതിഹാസത്തിലെ സൂയിസിൻ്റെ മകനായ ഹെർക്കുലീസിൻ്റെ സ്ട്രെങ്ത് ഷസാമിനെ DC-യിലെ ഏറ്റവും കരുത്തരായ ക്യാരക്ടേഴ്സിൽ ഒരാളാക്കുന്നു. ഇക്കാര്യത്തിൽ സൂപ്പർമാനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഷസാം കിങ്ഡം കം സ്റ്റോറി ലൈനിൽ സൂപ്പർമാനെതിരെയും ഇൻജസ്റ്റിസ് സ്റ്റോറി ലൈനിൽ ഹെർക്കുലീസിനെ തന്നെയും അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് സ്വർഗം തൻ്റെ കൈകളിൽ താങ്ങി നിർത്തുന്ന അറ്റ്ലസ് എന്ന ടൈറ്റാൻ്റെ സ്റ്റാമിന ക്ഷീണമോ വിശപ്പോ ദാഹമോ കൂടാതെ എത്ര നാൾ വേണമെങ്കിലും തുടരാനും ഏത് മുറിവും ഹീൽ ചെയ്യാനുള്ള കഴിവും ഷസാമിന് നൽകുന്നു. ഗ്രീക്ക് ദേവനായ സൂയിസിൻ്റെ പവർ ഷസാമിനെ മാജിക്കിൽ നിന്നുള്ള പ്രതിരോധവും അതേപോലെ തന്നെ ഇടിമിന്നലിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നൽകുന്നു. ഗ്രീക്ക് ഇതിഹാസ നായകനായ അക്കിലീസിൻ്റെ കറേജ് ഏത് പ്രതികൂല സാഹചര്യം നേരിടാനുള്ള ധൈര്യവും ഷസാമിന് നൽകുന്നു. റോമൻ ദേവനായ മെർക്കുറിയുടെ സ്പീഡ് ഷസാമിന് സൂപ്പർ ഹ്യൂമൻ സ്പീഡും പറക്കാനുള്ള കഴിവും നൽകുന്നു. ഇവരുടെ പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർന്നാണ് ഷസാം എന്ന വാക്കുണ്ടാകുന്നത്. അതിനുശേഷം വിസാർഡ് ബില്ലിയുടെ ഫ്രണ്ടായ ഫ്രെഡി ഫ്രീമനും സഹോദരി മേരി പാറ്റ്സനും പവർ നൽകുന്നു. ഇവരാണ് മാർവൽ ഫാമിലി എന്നറിയപ്പെടുന്നത്. സൂപ്പർമാനെ മാതൃകയാക്കി ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ മാർവൽ. തനിക്ക് വേണ്ടത് 10-12 വയസ്സുള്ള ആൾട്ടർ ഈഗോയുള്ള ഒരു സൂപ്പർമാനെയാണെന്ന് ഫോസെറ്റ് കോമിക്സിൻ്റെ ഡയറക്ടർ തൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള പബ്ലിക്കേഷൻസ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി റോബിൻ, ബക്കി മുതലായ പ്രായം കുറഞ്ഞ സൈഡ് കിക്കുകളെ കൊണ്ടുവന്നപ്പോൾ ബില്ലി ബാറ്റ്സൺ പ്രായം കുറഞ്ഞ സൂപ്പർ ഹീറോ തന്നെയായി മാറി. അങ്ങനെ ക്യാപ്റ്റൻ മാർവൽ വളർന്ന് സൂപ്പർമാനേക്കാളും കൂടുതൽ സെയിൽസ് ഉള്ള കോമിക്സായി മാറി. ഇതിനിടയിൽ റിപ്പബ്ലിക് പിക്ചേഴ്സുമായി ചേർന്ന് ഫോസെറ്റ് കോമിക്സ് 12 എപ്പിസോഡുള്ള ഒരു ക്യാപ്റ്റൻ മാർവലിൻ്റെ സീരിയൽ ഫിലിമും പുറത്തിറക്കി. ഇതാണ് ആദ്യമായി പുറത്തിറക്കുന്ന ലൈവ് ആക്ഷൻ സൂപ്പർ ഹീറോ സീരീസ്. അങ്ങനെ ഇരിക്കെയാണ് DC ക്യാപ്റ്റൻ മാർവൽ തങ്ങളുടെ ക്യാരക്ടറായ സൂപ്പർമാൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്. ക്യാപ്റ്റൻ മാർവൽ അക്കാലത്ത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫോസെറ്റ് കോമിക്സ് പബ്ലിഷിംഗ് നിർത്താതെ ഇതിനെതിരെ നിയമപരമായി പോരാടാൻ തീരുമാനിച്ചു. പല അവസരങ്ങളിലായി 2 പേർക്കും അനുകൂലമായ വിധികൾ വന്നുവെങ്കിലും അവസാനം ഫോസെറ്റ് കോമിക്സ് DC-ക്ക് $4 ലക്ഷം നഷ്ടപരിഹാരമായി കൊടുത്ത് കേസ് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്തു. വേൾഡ് വാർ 2-ന് ശേഷം സൂപ്പർ ഹീറോ കോമിക്സുകളുടെ പ്രചാരം വളരെയധികം കുറഞ്ഞതാണ് ഫോസെറ്റ് കോമിക്സിനെ ഇതിനു പ്രേരിപ്പിച്ചത്. പിന്നീട് 20 കൊല്ലങ്ങൾക്ക് ശേഷം DC ഫോസെറ്റ് കോമിക്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ മാർവലിൻ്റെയും മാർവൽ ഫാമിലിയുടെയും പബ്ലിഷിംഗ് റൈറ്റ്സുകൾ വാങ്ങിക്കുകയും അവരെ DC യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പക്ഷേ അതിനിടയ്ക്ക് വേറെ കുറേ സംഭവവികാസങ്ങൾ അരങ്ങേറി. ഫോസെറ്റ് കോമിക്സ് പബ്ലിഷിംഗ് നിർത്തിയതോടെ അവൈലബിൾ ആയ ക്യാപ്റ്റൻ മാർവൽ എന്ന ട്രേഡ് മാർക്ക് MF എൻ്റർപ്രൈസ് എന്ന കമ്പനി എടുത്ത് യഥാർത്ഥ ക്യാപ്റ്റൻ മാർവലുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ക്യാരക്ടറിന് ജന്മം നൽകി. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ട മാർവൽ കോമിക്സ് $4500 MF എൻ്റർപ്രൈസിന് നഷ്ടപരിഹാരം നൽകി ആ കോമിക്സ് നിർത്തിക്കുകയും പിന്നീട് ക്യാപ്റ്റൻ മാർവൽ എന്ന വാക്ക് ട്രേഡ് മാർക്ക് ചെയ്യുകയും ചെയ്തു. ഇത് DC-ക്ക് ഒരു 1.5 അടിയായിപ്പോയി. കാരണം
അവർക്ക് ക്യാപ്റ്റൻ മാർവൽ എന്ന പേര് കോമിക്സിൽ ഉപയോഗിക്കാമെങ്കിലും ആ പേര് ഉപയോഗിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ അവർക്ക് ക്യാപ്റ്റൻ മാർവൽ എന്ന കോമിക്സിന് ഷെസാം മുതലായ മറ്റു പല ടൈറ്റിലുകളും നൽകേണ്ടി വന്നു. അവസാനം ഫ്ലാഷ് പോയിന്റ് പാരഡോക്സിലൂടെ DC ന്യൂ 52 സീരീസിന് തുടക്കം കുറിച്ചപ്പോൾ അവർ ക്യാപ്റ്റൻ മാർവലിൻ്റെ പേര് ഒഫീഷ്യലി ചേഞ്ച് ചെയ്ത് ഷെസാം എന്നാക്കി. ന്യൂ 52-ൽ ജെഫ് ജോൺസ് എഴുതിയ ഷെസാമിൻ്റെ കഥയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും മാർവൽ ഫാമിലിയിലെ അംഗങ്ങളായിരുന്ന ഫ്രെഡി ഫ്രീമാനും മേരിയും ബില്ലിയെ ദത്തെടുക്കുന്ന വീട്ടിലെ മറ്റ് 2 അഭയാർത്ഥികളാണ്. ഇവരെ കൂടാതെ ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് സ്റ്റോറി ലൈനിലൂടെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട യൂജിൻ, പെഡ്രോ, ഡാർല എന്നിവരും ബില്ലിയുടെ ഫോസ്റ്റർ സഹോദരങ്ങളാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഷെസാം ഫാമിലിയിലെ അംഗങ്ങളാണ്. ഇതുകൂടാതെ ഹോപ്പി എന്നു പേരുള്ള ഒരു മാർവൽ ബണ്ണിയും ഫോസറ്റ് കോമിക്സിൽ ഉണ്ടായിരുന്നു. ന്യൂ 52-ന് ശേഷം 2016-ൽ റീബർത്ത് കോമിക്സ് വന്നപ്പോൾ ഷെസാമിന് കാര്യമായിട്ടുള്ള അപ്പിയറൻസ് ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിലും താൻ പുതിയൊരു സ്റ്റോറി എഴുതുന്നുണ്ടെന്ന് ജെഫ് ജോൺസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷെസാം മൂവിയിലെ മെയിൻ വില്ലനായ ഡോക്ടർ ഷിവാന ആരാണെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ബ്ലാക്ക് ആദമിനേക്കാളും എന്തുകൊണ്ടും ഷെസാമിൻ്റെ ആർച്ചെനിമിയാകാൻ യോജിച്ചത് ഷിവാനയാണ്. ഫോസറ്റ് കോമിക്സിൻ്റെ കാലം മുതലേ കണ്ടിന്യൂസ് ആയി ഷെസാമിനെതിരെ കരുക്കൾ നീക്കിയിരുന്ന ഷിവാന ഒരു ഈവിൾ സയൻറ്റിസ്റ്റാണ്. ന്യൂ 52-ൽ സയൻസിന് തൻ്റെ കുടുംബത്തെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഷിവാന മാജിക്കിൻ്റെ സഹായത്തോടെ അതിന് ശ്രമിക്കുന്നു. അങ്ങനെയൊരു ശ്രമത്തിലാണ് തൻ്റെ ഒരു കണ്ണിന് മാജിക്ക് കാണാനുള്ള ശക്തി ഷിവാനയ്ക്ക് ലഭിക്കുന്നതും ബ്ലാക്ക് ആദത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നതും. കോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെസാമിൻ്റെ ഏറ്റവും വലിയ വില്ലനാണ് ബ്ലാക്ക് ആദം. ആദ്യം വെറുമൊരു വൺ ടൈം വില്ലനായി ക്യാപ്റ്റൻ മാർവൽ കോമിക്സിൽ പ്രത്യക്ഷപ്പെട്ട ബ്ലാക്ക് ആദം പിന്നീട് ഷെസാമിൻ്റെ ആർച്ചെനിമിയായി മാറുകയായിരുന്നു. ഷെസാമിന് മുമ്പ് വിസാർഡിൻ്റെ ചാമ്പ്യനായിരുന്ന ആദം പിന്നീട് തെറ്റായ പാത തിരഞ്ഞെടുക്കുകയും വിസാർഡ് ബ്ലാക്ക് ആദമിനെ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഒരു സ്റ്റാറിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്നും തിരിച്ചു വരുന്ന ആദമിനെ ബില്ലി തന്ത്രപരമായി തൻ്റെ മനുഷ്യരൂപത്തിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഷെസാമിൻ്റെ പവർ പോകുന്നതോടുകൂടി ആദം 5000 വർഷങ്ങളോളം പ്രായമായി വെറും പൊടിയായി മാറുന്നു. ന്യൂ 52-ലും സിമിലർ ആയിരുന്നു കഥ. ഷെസാമിന് പവർ ലഭിക്കുന്നത് ഗ്രീക്ക് ദൈവങ്ങളിൽ നിന്നാണെങ്കിൽ ബ്ലാക്ക് ആദത്തിന് പവർ ലഭിക്കുന്നത് സിമിലർ ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ദൈവങ്ങളിൽ നിന്നാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആദം ഒരു ആൻറ്റി ഹീറോ ആയി ആക്ട് ചെയ്യുകയും ഹീറോസിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ദി റോക്ക് അവതരിപ്പിക്കുന്ന ബ്ലാക്ക് ആദത്തിന് ഒരു സോളോ മൂവി പ്ലാനിലുണ്ടെങ്കിലും ഷെസാം മൂവിയിൽ റോക്കിൻ്റെ ഒരു കേമിയോ എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇറങ്ങിയ കാലം മുതലേ വളരെ സക്സസ്ഫുൾ ആയിരുന്ന ക്യാപ്റ്റൻ മാർവൽ അഥവാ ഷെസാമിൻ്റെ മൂവി ഏപ്രിൽ 5 പുറത്തിറങ്ങുകയാണ്. അക്വാമാൻ മൂവിയിലൂടെ DCക്ക് കിട്ടിയ ആ പുതിയ ഉണർവ് ഈ മൂവിയിലും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഷെസാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.